2 മാസത്തിനുള്ളിൽ ആർഗ്യുമെന്റ് ഉണ്ടായിരിക്കും. അതുവരെ എവിടെയും പോകരുത്. എന്തിനാ പേടിക്കുന്നേ? നേരെ നിക്കടോ. ഇവർക്ക് ജാമ്യം കിട്ടി. അങ്ങനെ എപ്പോഴും ജയിച്ചാൽ ശരിയാവില്ലല്ലോ. ജാമ്യം എന്ന് പറഞ്ഞാൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണോ? അങ്ങനെ വല്ല വ്യാഖ്യാനവും പുതുതായിട്ടുണ്ടോ രമണ സാറേ? വക്കീലിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ എനിക്ക് തന്നെ അങ്ങനെ ഒരു സംശയം. അങ്ങനൊന്നും ഇല്ല സാർ. ചിലപ്പോ മാഡം അങ്ങനെ തെറ്റിദ്ധരിച്ച് കാണും. എന്താ രമണ സാറേ വക്കീലിന് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു? നമ്മുടെ വക്കീൽ പണിയിൽ നല്ല പുരോഗതിയുണ്ട്. ഇനി ഇതുപോലെ റൗഡികളും കള്ളന്മാരും തെരുവ് ഗുണ്ടകളും ധാരാളം ഭൗതിയെ തേടി എത്തും ലീഗൽ അഡ്വൈസിന്. പറഞ്ഞാൽ നിങ്ങളെക്കാൾ വലിയ ഗുണ്ട വേറെയില്ല. ഒരു വ്യത്യാസമേ ഉള്ളൂ ഇവരും നിങ്ങളും തമ്മിൽ. നിയമവിരുദ്ധമായി ഇവരത് ചെയ്യുമ്പോ നിയമത്തിന്റെ മറവിൽ താനത് ചെയ്യുന്നു. സംസാരത്തിൽ അല്പം മാന്യതയാവാം. ഇതിലും ചീപ്പായ ഒരു വാക്ക് കിട്ടാനില്ല എനിക്ക്. എങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഭേദം. താൻ ആരോടത് പറയാൻ? ഈ പോലീസ് നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും. ബി കെയർഫുൾ. പക തീർത്തു വന്ന അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ പിന്നെ താനെ പഠിക്കും. തോളത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ വേതാളങ്ങളെ ഇറക്കി വിടാൻ പാടുപെടുമ്പോ അന്ന് എനിക്ക് ഈ മുഖമൊന്ന് കാണണം.